കേരളത്തിന് ഏറ്റവും നിർണായകമായ ഒരു പരാമർശം കൂടിയാണ്, ഒരു തീരുമാനം കൂടിയാണ്, ചരിത്രപരമായ ഒരു തീരുമാനം കൂടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, 8 ബില്ലുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൽ 1 അനുമതി നൽകുകയും 7 എണ്ണം പരിഗണനയ്ക്ക് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തൊരു തീരുമാനം അന്നത്തെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വീറ്റോ അധികാരമില്ല ഗവർണർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഒരു ആലങ്കാരിക അധികാരമല്ല, അതിനപ്പുറത്ത് ഗവർണർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും സർക്കാരിന് മേൽ എന്നുള്ള പ്രഖ്യാപനത്തിന് ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് കാണുന്നുണ്ടോ? BJP-യുടെ ഏകാധിപത്യ പ്രവണതകൾക്ക് കനത്ത തിരിച്ചടിയാണിത്. BJP RSS പിന്തുണ നൽകുന്ന, RSS പിറകിൽ നിന്ന് നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ഗവൺമെന്റ് തുടർന്നു വന്നിരുന്ന ഏകാധിപത്യ പ്രവണതകളുടെയും ഭരണഘടനാപരമായ നീക്കങ്ങൾക്കും എതിരായ ശക്തമായ തിരിച്ചടിയാണ്. എനിക്ക് അഭിമാനമുണ്ട്, ഇന്ത്യയുടെ ഭരണഘടനയുടെ കാവലാളായി പ്രവർത്തിക്കേണ്ട ഇന്ത്യയുടെ സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം ആ കടമ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരവും സ്വാഗതാർഹവുമായ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ കുറെ കാലമായി പലതരത്തിലാണ് BJP അവരുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പലതരത്തിലുണ്ട്. ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നഗ്നമായ കടന്നുകയറ്റങ്ങളുണ്ട്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കലുണ്ട്. പിന്നെ കേന്ദ്ര ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതുണ്ട്. പ്ലസ് അതോടൊപ്പം അവർ എടുത്തിരുന്ന മറ്റൊരു മാൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച്, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായി മാറ്റുന്ന ഗവർണർമാർ, ആ ഗവർണർമാരെ ഉപയോഗിച്ച് ഒരു നിഴൽ ഭരണം നടത്തുക എന്നുള്ളതാണ്. ഡൽഹിയിലിരുന്ന് അവർ ഭരണം നടത്തും. സംസ്ഥാനാധികാരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തും. ആ ഗവൺമെന്റും ആ നിയമസഭയും പാസാക്കുന്ന നിയമങ്ങൾക്കുമേൽ അടയിരിക്കും. അത് ജനാധിപത്യത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണത്. ജനങ്ങളുടെ വില്ലനുസരിച്ച് പ്രവർത്തിക്കേണ്ട, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്കുമേൽ അടയിരിക്കുന്ന ഗവർണർമാരുടെ നീക്കം അത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. വളരെ വിസിബിളായി തന്നെ അത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. രാജ്യം ഒരു അമിതാധികാര പ്രവണതയിലേക്ക് പോകുന്നതിന്റെ ശരിയായ ലക്ഷണമായിരുന്നു അത്. കാരണം ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഭരണഘടനാ തത്വങ്ങളൊന്നും പാലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നാഥനില്ലാ കളരിയുടെ അങ്ങേയറ്റം ഒരു ന്യൂ ഫാസിസ്റ്റ് സർക്കാരിന്റെ കൃത്യമായ പ്രകടനമായിരുന്നു അത്. അതിനെതിരായി ഭരണഘടനയുടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഭരണഘടനയുടെ കാവലാളായി നിൽക്കുന്ന സുപ്രീം കോടതിയാണല്ലോ. തീർച്ചയായിട്ടും സുപ്രീം കോടതി അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു സ്റ്റാൻഡ് എടുത്തത് വളരെ സ്വാഗതാർഹമാണ്. BJP-യുടെ അമിതാധികാര പ്രവണതയ്ക്ക്